വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന പഠന പരമ്പരയുടെ സമാപന എപ്പിസോഡുകളിലേക്ക്, പ്രത്യേകിച്ച് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ നബീം, തോറ, നബീം എന്നിങ്ങനെയുള്ള 2 ഭാഗങ്ങളുടെ സമാപന എപ്പിസോഡുകളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 46-ാമത്തെ എപ്പിസോഡാണിത്. ഇനി 5 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 50 എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജെറമിയ പ്രവാചകനെ കുറിച്ചാണ്. 2 എപ്പിസോഡുകളിലായിട്ടാണ് പ്രവാചകനായ ജെറമിയയെ കുറിച്ചുള്ള വിശകലനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുക. ആരാണ് പ്രവാചകനായ ജെറമിയ? എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രവാചക ദൗത്യത്തിൻ്റെ പ്രത്യേകത? എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രവാചക സന്ദേശം? ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുക. പ്രവാചകനായ ജെറമിയയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ബെഞ്ചമിൻ ദേശത്ത് അനത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ. ഒന്നുകൂടെ പറയാം. ബെഞ്ചമിൻ ദേശത്ത് അനത്തോത്തിന്റെ മകനായ ഹിൽക്കിയായുടെ പുത്രനായ ഈ ജെറമിയ. എന്താണ് അനത്തോത്ത് എന്ന്, അതുപോലെ തന്നെ അവിടുത്തെ പൗരോഹിത്യം എന്തായിരുന്നുവെന്നും സാമുവേലിന്റെ 1-ാം പുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഏലി എന്ന് പറയുന്ന പുരോഹിതൻ ശീലോഹായിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഏലി എന്ന് പറയുന്ന പുരോഹിതൻ അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിൽ കടന്നു വന്നിരിക്കുന്ന വേദനകളെക്കുറിച്ച്, അല്ലെങ്കിൽ പോരായ്മകളെക്കുറിച്ച്, മക്കളുടെ പാപത്തെക്കുറിച്ച് 1 സാമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലും 22-ാമത്തെ വാക്യത്തിലും കൊടുത്തിട്ടുണ്ട്. മക്കളുടെ കഠിനമായ പാപം മൂലം ദൈവമായ കർത്താവ് ഏലിയിൽ നിന്ന് പൗരോഹിത്യ ശുശ്രൂഷ നീക്കം ചെയ്യുന്നു. 2-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഐ വിൽ റൈസ് അപ്പ് എ ന്യൂ പ്രീസ്റ്റ് അക്കോർഡിംഗ് ടു മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിന് ഇണങ്ങുന്ന ഒരു പുതിയൊരു പൗരോഹിത്യത്തെ നിന്റെ സ്ഥാനത്ത് ഞാൻ നിർത്തും. ഇതൊരു വലിയൊരു ശാപമായിട്ടാണ് തിരുവചനം മനസ്സിലാക്കിയത്. അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ശമൂവേലായിരുന്നു. അതുകൊണ്ടാണ് ശമൂവേലിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ദൈവസന്നിധി ശുശ്രൂഷ ചെയ്തിരുന്നു എന്ന് വിശേഷിപ്പിക്കുക. എന്നാൽ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ സാവൂള് ഈ പൗരോഹിത്യത്തെ നശിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 1 സാമുവേലിന്റെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ദാവീദിനെ പിന്തുടരുന്ന സാവൂളിനെ നമ്മൾ കാണുന്നുണ്ട്. സാവൂള് ദാവീദ് പോകുന്ന വഴികളിലൊക്കെ സാവൂള് യാത്ര ചെയ്യുന്നു. നോബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏലിയുടെ പുരോഹിതന്മാരിൽ പ്രധാനിയായ അബിയാത്തർ പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന 70 പുരോഹിതന്മാരെയും നശിപ്പിക്കുകയും എന്നാൽ അബിയാത്തർ മാത്രം രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ ഏലിക്ക് കൊടുത്തിരുന്ന ശാപത്തിന്റെ ആദ്യ ഭാഗം അവസാനിക്കുക. ഞാൻ നിന്റെ പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യും. അബിയാത്തർ ആകട്ടെ ദാവീദ് രാജാവിനോട് ചേരുകയും ജെറുസലേമിൽ കർത്താവിന്റെ വാഗ്ദാന പേടകം സൂക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അബിയാത്തർ എന്ന് പറയുന്ന പുരോഹിതനെ സോളമൻ രാജാവ് തന്റെ രാജ്യം പുനഃസ്ഥാപിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുകയാണ്, നിന്റെ ജോലിയൊക്കെ കൊള്ളാം, പക്ഷേ എന്ത് ചെയ്യണം? നീ പോയി
അനത്തോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ശുശ്രൂഷ ചെയ്യുക. അങ്ങനെയാണ് ഈ അബിയാത്തറിനെ അനത്തോത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. ഇങ്ങനെ അനത്തോത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അബിയാത്തറിന്റെ പിൻതലമുറക്കാരിലായിരിക്കാം ജെറമിയ പ്രവാചകൻ. അതുകൊണ്ടാണ് അനത്തോത്തിലെ പുരോഹിതന്മാരായ ഹിൽക്കിയായുടെ പുത്രനായ ജെറമിയയുടെ വാക്കുകൾ എന്ന് വിശേഷിപ്പിക്കുക. പ്രവാചകനായ ജെറമിയ ഒരു പുരോഹിതനായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇവിടെ ഒന്നും തന്നെ പൗരോഹിത്യ ധർമ്മത്തെക്കുറിച്ചൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തന്നെയും ഈ ചരിത്ര പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ജെറമിയ പ്രവാചകൻ ഒരു പുരോഹിതനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ജെറമിയ എന്ന വാക്കിന്റെ അർത്ഥം? രണ്ട് അർത്ഥങ്ങളാണ് ഈ ജെറമിയ എന്ന് പറയുന്ന വാക്കിനുള്ളത്. യേശയ്യ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടു. ദൈവം രക്ഷകനാകുന്നു. ദൈവത്തിന്റെ രക്ഷ, ദൈവം കൂടെയുണ്ട് എന്നുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവശാസ്ത്ര ചിന്തയിൽ നിന്നുകൊണ്ടാണ് യേശയ്യയുടെ പുസ്തകം അവതരിപ്പിച്ചെങ്കിൽ, അതുപോലെ തന്നെയാണ് ജെറമിയ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലൂടെയാണ് ഈ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ജെറമിയ എന്ന വാക്കിന്റെ അർത്ഥം, അതിന് ഹിബ്രായ വാക്ക് യെറമിയാഹു എന്നാണ്. റൂം എന്ന് പറയുന്ന ഹെബ്രായ വാക്കിൽ നിന്നാണ് യറൂം എന്ന് പറയുന്ന വാക്ക് കടന്നു വരിക. അതിന്റെ അർത്ഥം ഹി വിൽ ബി ഗ്ലോറിഫൈഡ്, ഹി വിൽ ബി എക്സോൾട്ടഡ്, അവൻ മഹത്വപ്പെടും. ആരാണ് അവൻ? യെറമിയാഹു എന്ന് പറഞ്ഞാൽ ദൈവം മഹത്വപ്പെട്ടവനാകുന്നു, ദൈവം ഉയർത്തപ്പെട്ടവനാകുന്നു. ദൈവത്തിന്റെ ഉയർച്ചയും ദൈവത്തിന്റെ മഹത്വവുമാണ് യഥാർത്ഥത്തിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ സാരസംഗ്രഹമായിട്ട് നിൽക്കുക. രണ്ടാമതായി ലാറ്റിൻ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്ന യെറമിയാദ് എന്ന് പറയുന്ന ലത്തീൻ പദത്തിലൂടെ ജെറമിയ പ്രവാചകൻ, ഈ ലത്തീൻ പദത്തിന്റെ അർത്ഥം ലമന്റേഷൻ എന്നാണ്, വിലാപങ്ങൾ. അപ്പോൾ ഈ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ കണ്ടന്റ് മുഴുവനും വിലാപങ്ങളുടെ കണ്ടന്റാണ്. എന്താണ് വിലാപങ്ങൾ? ആരെക്കുറിച്ചാണ് വിലപിക്കുന്നത്? ജൂദാദേശം ബാബിലോണിലേക്ക് നാടുകടത്തപ്പെടുന്നതും ബാബിലോണിൽ അവർക്കുണ്ടാകുന്ന, ആ നാടുകടത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, ജൂദാദേശത്ത് കടന്നു വരുന്ന വയലൻസും അല്ലെങ്കിൽ ഒരു കെയോസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. ഇതെല്ലാം പ്രവാചകനായ ഈ ജെറമിയ വിലാപങ്ങളായിട്ട് അവതരിപ്പിച്ച് തന്റെ പുസ്തകത്തിൽ മുഴുവനും വിലാപത്തിന്റെ സ്വരം അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ജെറമിയയുടെ എഴുത്തുകാരനായ ബാറൂക്ക് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം രചിക്കുകയുണ്ടായി, ഇതിനോട് ചേർത്ത് വിലാപങ്ങളുടെ പുസ്തകം. അതുകൊണ്ട് ജെറമിയയുടെ പുസ്തകത്തെയും വിലാപങ്ങളുടെ പുസ്തകത്തെയും ഒരുപോലെ മനസ്സിലാക്കുമ്പോഴാണ് യെറമിയാദ് എന്ന വാക്കിന്റെ അർത്ഥം വിലാപങ്ങൾ എന്നുള്ള വാക്കായിട്ട്, വിലാപം എന്നായിട്ട് മനസ്സിലാക്കുന്നതും പ്രവാചകന്റെ ദർശനം എന്ന് പറയുന്നത് വിലാപങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വിശുദ്ധ ഗ്രന്ഥത്തെ വായിച്ചെടുക്കാൻ. ഇനി അടുത്ത രംഗത്തേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? യഥാർത്ഥത്തിൽ ഇതിന്റെ ചരിത്രങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാബിലോണിലേക്ക് ജൂദാദേശം കടന്നു പോകുന്ന സാഹചര്യം, ജോസിയായുടെ കാലഘട്ടം മുതൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് സെഫനിയായുടെയും ഹബക്കുക്കിന്റെയും പ്രവചനങ്ങൾ പറഞ്ഞു തന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം. അതുകൊണ്ട് ഹബക്കുക്ക്, ഒബദ്യ, സെഫനിയ എന്നീ 3 പ്രവാചകന്മാരുടെ ചരിത്ര പശ്ചാത്തലം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന്റെ ചരിത്ര പശ്ചാത്തലമായിട്ട് നിൽക്കുന്നത്. നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ജോസിയ എന്ന് പറയുന്ന രാജാവിനെയും അദ്ദേഹത്തിന് ശേഷം കടന്നു വരുന്ന യഹോയാക്കിം എന്ന് പറയുന്ന രാജാവിനെയും അദ്ദേഹത്തിന് ശേഷം കടന്നു വരുന്ന
സദക്കിയ എന്ന് പറയുന്ന രാജാവിനെയും അതിനുശേഷം കടന്നു വരുന്ന ഗദാലിയ എന്ന് പറയുന്ന ഗവർണറെയും അവതരിപ്പിക്കുന്നതിലൂടെ ബാബിലോൺ പ്രവാസ കാലഘട്ടത്തെക്കുറിച്ചുള്ള സൂചനകളാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 24-25 അധ്യായങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 3 രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തെ രാജാവാണ് യഹോയാക്കിം. ആരാണെന്ന് നമുക്കറിയാം. ജോസിയായുടെ 2ാമത്തെ പുത്രനായ എലിയാക്കിമിൻ. ആ എലിയാക്കിമിന്റെ പേരാണ് പിന്നീട് യഹോയാക്കിം എന്ന പേരിലേക്ക് മാറിയത്. 2ാമത്തെ വ്യക്തിയാണ് യഹോയാക്കിൻ. അത് യഹോയാക്കിം എന്ന് പറയുന്നത് എലിയാക്കിമിന്റെ പുത്രനായ ഇക്കോണിയ. ആ ഇക്കോണിയയാണ് നേരത്തെ സൂചിപ്പിച്ചു 597 BC-യിൽ ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ 1ാമത്തെ പ്രവാസത്തിൽ നടക്കുന്ന സമയത്ത് ജൂദ ദേശത്തിന്റെ രാജാവായിരുന്ന അദ്ദേഹത്തെ നബൂഖദ്നേസർ രാജാവ് യുദ്ധത്തിന്റെ തടവുകാരനായി ബാബിലോണിലേക്ക് നാടുകടത്തുന്നു. ഇങ്ങനെ ഉള്ള ഒരു വ്യക്തിയെയും കൂടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. 3ാമതായിട്ട് അവതരിപ്പിക്കുന്ന രാജാവാണ് സദക്കിയ എന്ന് പറയുന്ന രാജാവ്. നമുക്കറിയാം, ജോസിയായുടെ 3ാമത്തെ പുത്രനാണ് സദക്കിയ. ഇദ്ദേഹത്തെ കണ്ണ് ചുഴിഞ്ഞെടുത്ത് ജെറീക്കോയിൽ വെച്ച് കണ്ണ് ചുഴിഞ്ഞെടുത്ത് കൈകൾ പുറകോട്ട് കെട്ടി ബാബിലോൺ പ്രവാസകാലത്തേക്ക് കൊണ്ടുപോയി എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ സാക്ഷിക്കുന്നുണ്ട്. ഇപ്രകാരം ഉള്ള ഒരു പുസ്തകത്തിന്റെ പശ്ചാത്തലമാണ് ഓബദിയായുടെ പുസ്തകത്തിന്റെ പശ്ചാത്തലം. ഒറ്റയൊരു അധ്യായം മാത്രമേ ഉള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: സദക്കിയ എന്ന് പറയുന്ന രാജാവ് ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ ബാബിലോൺകാര് ജെറുസലേം ദേവാലയം ആക്രമിച്ച് കീഴടക്കാൻ വന്നപ്പോൾ മോവാബ്യരുടെയും അമ്മോന്യരുടെയും ഏദോമ്യരുടെയും ഒക്കെ സഹായം തേടി. എന്നാൽ ഏദോമ്യര് ഇവർ 3 പേരും സഹായം നിരസിക്കുകയാണ് ചെയ്തത്. അവസാനം ഏദോംകാർ ഒരു കാര്യം കൂടി ചെയ്തു. ബാബിലോൺകാർക്ക് ഈ സദക്കിയ രാജാവിനെ ഒറ്റിക്കൊടുത്തു. ഇതാ പോകുന്നു ഇസ്രായേലിന്റെ രാജാവ്, ജൂദായുടെ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് സദക്കിയ എന്ന് പറയുന്ന രാജാവിനെ ബാബിലോൺകാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് ഏദോമ്യര്. അങ്ങനെയാണ് ഏദോമ്യർക്ക് ഉണ്ടാകുന്ന കടുത്ത ശിക്ഷയെക്കുറിച്ച് ഓബദിയായുടെ പുസ്തകം രേഖപ്പെടുത്തുന്നത്. അവിടെ കാണുന്ന മറ്റൊരു കാര്യമാണ്, ഏദോം എന്ന് പറയുന്ന ആ ഏസാവിന്റെ പുത്രന്മാര് അവർ ചെയ്ത മഹാപാതകങ്ങളെ, ഇസ്രായേലിനെതിരെ ചെയ്ത മഹാപാതകങ്ങളെല്ലാം അനുസ്മരിക്കുന്ന ഇടം കൂടിയാണ് യഥാർത്ഥത്തില് ഈ പുസ്തകത്തിന്റെ ഒബദിയ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ കണ്ടന്റായിട്ട് നിൽക്കുക. അതുകൊണ്ട് ഒബദിയയുടെ പുസ്തകം, സഫനിയയുടെ പുസ്തകം, ഹബക്കുക്കിന്റെ പുസ്തകം, ഈ 3 പുസ്തകങ്ങളുടെയും ചരിത്ര പശ്ചാത്തലം മുഴുവനും ഈ ജെറമിയായുടെ പുസ്തകത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ജെറമിയായുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതനുസരിച്ച് വേണം ഈ ജെറമിയായുടെ പുസ്തകത്തെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും. ഇനി ജെറമിയായുടെ പുസ്തകത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഏതാനും ചില ചരിത്ര രേഖകളെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സദക്കിയയുടെ ഭരണകാലത്തിന് ശേഷം എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ സദക്കിയയുടെ ഭരണസമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക. അതിനു മുൻപായിട്ടും യഹോയാക്കിമിന്റെ ഭരണകാലത്തും ജെറമിയ പ്രവാചകൻ ഉണ്ടായിരുന്ന വേദനകൾ എന്തൊക്കെയാണ്. ഇതാണ് യഥാർത്ഥത്തില് ഈ പുസ്തകം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പാഠം. സദക്കിയയുടെ ഭരണകാലത്തും അതിനു മുമ്പുള്ള യഹോയാക്കിമിന്റെ ഭരണകാലത്തും ജൂദാദേശത്തിന് അനുഭവപ്പെട്ട, ജെറമിയായ്ക്ക് അനുഭവപ്പെട്ട വേദനകൾ എന്തൊക്കെയാണ്. ഈ വേദനകളെയാണ് യഥാർത്ഥത്തിൽ, അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെയാണ് മനസ്സിലാക്കുമ്പോഴാണ് ഈ പുസ്തകത്തിന്റെ ആശയത്തിലേക്ക്, ദൈവശാസ്ത്രത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുക. യഹോയാക്കിം എന്ന് പറയുന്ന രാജാവ്
ജൂദാദേശം നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവാണ്. ബാബിലോൺകാര് കടന്നു വരുമ്പോഴും പ്രവാസകാലത്തിന്റെ കാഹളം മുഴങ്ങുമ്പോഴും യെഹോയാക്കീം രാജാവ് ശക്തമായിട്ട് പറഞ്ഞു, ജൂദാദേശം നഷ്ടപ്പെട്ടു പോവുകയില്ല, ജൂദാദേശത്തിന് ജെറുസലേം നഷ്ടപ്പെട്ടു പോവുകയില്ല. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അക്കാലഘട്ടത്തിൽ ഒരു പ്രവാചക വൃന്ദമുണ്ടായിരുന്നു. സ്റ്റേറ്റിന്റെ, നേഷന്റെ പ്രവാചക വൃന്ദം, നാഷണൽ പ്രോഫസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിലെ പ്രധാനിയായിരുന്നു ഹനനിയ. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ജെറുസലേം ദേവാലയം നഷ്ടപ്പെട്ടു പോവുകയില്ല. കാരണം അവർ ഊന്നി നിൽക്കുന്നത് ഈ 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ തിരുവചനം 12-ാമത്തെ തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്ന ഭാഗമാണ്. ദാവീദ് രാജാവിനോട് കൊടുത്തിരിക്കുന്ന അൺകണ്ടീഷണൽ പ്രോമിസ്. അവിടെ പറയുന്ന ഇപ്രകാരമാണല്ലോ, ഈ രാജ്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല, രാജാവ് ഒരിക്കലും തന്റെ രാജ്യത്വം ഒരിക്കലും എടുത്തു കളയുകയില്ല. ഈ ഒരു പ്രോമിസിൽ വിശ്വസിച്ചിരുന്ന ഈ ഹനനിയ എന്ന് പറയുന്ന പ്രവാചകന്മാരോട് പ്രവാചകനായ ജെറമ്യ ഏറ്റുമുട്ടുന്ന രംഗമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ചരിത്ര പശ്ചാത്തലമായിട്ട് നിൽക്കുക. പ്രവാചകനായ ജെറമ്യ പറയുന്നത് ഇപ്രകാരമാണ്: ജൂദാദേശം അഗ്നിക്കിരയാകും, ജൂദാദേശത്തിന്റെ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു പോകും. ആകയാൽ ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്ത് നിന്ന്, ജൂദാദേനം വാഗ്ദാന ദേശത്ത് നിന്ന് ബാബിലോണിലേക്ക് നാട് കടത്തപ്പെടണം. ഈജിപ്തിനെ അഭയം പ്രാപിക്കരുത്. ഇങ്ങനെ പറയുന്നതിലൂടെ അൺകണ്ടീഷണൽ പ്രോമിസിനെ തകിടം മറിക്കുകയാണ് ചെയ്തത്. അൺകണ്ടീഷണൽ പ്രോമിസിനെ തകിടം മറിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ദൈവശാസ്ത്രത്തെ തന്നെ ഒന്ന് തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഈ ജെറമ്യ പ്രവാചകൻ നിർവഹിക്കുന്നത്. യെഹോയാക്കീമിന് ശേഷം സെദക്കിയായുടെ ഭരണകാലത്തും ഇതേ അനുഭവങ്ങൾ ഉണ്ടായി. അപ്പോഴും ഹനനിയ എന്ന് പറയുന്ന പ്രവാചകന്മാരും അദ്ദേഹത്തിന്റെ കൂട്ടരുമൊക്കെ പറയുകയാണ്, നിങ്ങൾ പേടിക്കണ്ട. ജനത്തോട് പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട. 597 BC-യിൽ ബാബിലോൺകാര് പ്രിസണർ ഓഫ് വാറായി യെഹോയാക്കിനെ കൊണ്ടുപോയെങ്കിൽ അദ്ദേഹത്തെ തിരികെ 2 വർഷം കഴിയുമ്പോൾ തിരികെ അദ്ദേഹം വരും. ജൂദാദേശം പുനഃസ്ഥാപിക്കപ്പെടും. അതിനാൽ ഈ ജൂദാദേശം വിട്ടുപോകാതെ ഇവിടെ തന്നെ നിലയുറപ്പിക്കണമെന്നുള്ള കഠിനമായ നിലപാടാണ് പ്രവാചകനായ ഹനനിയ നടത്തിയത്. ഇതിനെതിരാണ് യഥാർത്ഥത്തിൽ ജെറമ്യ പ്രവാചകൻ നടത്തുക. പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ജൂദാദേശം ഇവിടെ നിന്ന് വിട്ടുപോകണം, ഇവിടെയുള്ള എല്ലാവരും ബാബിലോണിലേക്ക് പോകണം. ഇതിനെന്താണ് കാരണമായിട്ട് നിൽക്കുക? ദൈവം ജൂദായെ ശിക്ഷിക്കുന്നു. ശിക്ഷ ഉറപ്പാണ്, അതിൻ്റെ അകത്ത് തർക്കമൊന്നുമില്ല. കർത്താവ് ജൂദാദേശത്തെ വിധിക്കാനായിട്ട് വരികയാണ്. അതുകൊണ്ട് ഈ ശിക്ഷ ഒരു ശിക്ഷണമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ജനം ബാബിലോണിലേക്ക് ശിക്ഷണത്തിനായിട്ട് പോകണം. ഈ വലിയ ദൈവശാസ്ത്രത്തെ അവതരിപ്പിക്കുകയാണ്. കാരണം സഹനത്തിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഐഡിയോളജിയെ പിന്നീടുള്ള പ്രവാചകന്മാരും പുതിയ നിയമചരിത്രവുമൊക്കെ അവതരിപ്പിക്കുകയാണ്. സഹനത്തിലൂടെ മാത്രമേ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കാൻ പറ്റുകയുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രവാചകനായ ജെറമ്യ ജൂദാദേശക്കാരോട് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ഇവിടം വിട്ടു പോകണം, ജൂദാദേശത്ത് നിൽക്കാൻ പാടില്ല. എന്നാൽ ഹനനിയ എന്ന് പറയുന്ന പ്രവാചകനാകട്ടെ
ജെറമിയായോടും അവിടെയുള്ള ജൂദാദേശത്തുള്ള ആളുകളോടും ഒക്കെ പറയുകയാണ്, നിങ്ങൾ ജൂദാദേശം വിട്ട് പോകരുത്. കാരണം ജൂദാദേശം വിട്ടുപോയാൽ ദാവീദിന്റെ വംശപരമ്പര അവസാനിക്കും. അങ്ങനെയാണ് വേറൊരു അനുഭവം ഉണ്ടാകുന്നത്. പ്രോഫറ്റ് ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു സംഘം ഹനനിയ എന്ന് പറയുന്ന പ്രവാചകനിലൂടെ കടന്നു വരികയാണ്. പ്രോഫറ്റ്സ് ഓഫ് കണ്ടിന്യൂറ്റി. എന്തിന്റെ കണ്ടിന്യൂറ്റിയാണ്? ദാവീദ് വംശത്തിന്റെ, ജൂദാ ഗോത്രത്തിന്റെ കണ്ടിന്യൂറ്റി. അത് ഇവിടെ നിന്നെങ്കിൽ മാത്രമേ സാധിക്കൂ. എന്നാൽ ജെറമിയ പ്രവാചകനാകട്ടെ പ്രോഫറ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. തുടർച്ചയില്ലാത്തതിന്റെ ഒരു പ്രോഫറ്റാണ്. ആ പ്രോഫറ്റ് പറയുകയാണ്, ഇവിടെ നിന്ന് ബാബിലോണിലേക്ക് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അനശ്വരമായിട്ടുള്ള കിരീടമാണ്. അവിടെ നിന്നാണ് പ്രവാചകന്മാര് ഈ ഒരു ദാവീദിന്റെ വംശം വീണ്ടും കടന്നു വരുന്നത് എന്ന് ജെറമിയ സൂചിപ്പിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ ടെൻഷൻ പ്രവാചകനായ ജെറമിയായ്ക്ക് ഉണ്ടാകുന്നത്. ഇതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലമായിട്ട് നിൽക്കുക. രണ്ടാമത്തെ ടെൻഷൻ ഇതാണ്. സെദക്കിയ എന്ന് പറയുന്ന രാജാവ് മരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബാബിലോൺകാർ കൊണ്ടുപോകുന്ന അവസരത്തിൽ ജൂദാദേശം വിജനമായി തീരുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചായിരുന്നു, രാജാവ് ജൂദാദേശത്ത് നിന്ന് പിൻവാങ്ങിയപ്പോൾ അതേ സെക്കൻഡിൽ തന്നെ ജെറുസലേം ദേവാലയം നിലംപതിച്ചു. രാജ്യത്വം ഇനിയില്ല. ദൈവത്തിന്റെ രാജ്യത്വവും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ രാജ്യത്വവും ഇനിയില്ല. എസെക്കിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ രാജ്യത്വം എങ്ങനെയാണ് ജെറുസലേമിൽ നിന്ന് നാമാവശേഷമാകുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ കാണുന്ന രണ്ടാമത്തെ സംഗതി ഇതാണ്. രാജ്യത്വം അവസാനിച്ചു. ഇസ്രായേലിന്റെ രാജ്യത്വം, ഭൗമിക രാജ്യത്വം അവസാനിച്ചു. ഈ ദേശം ആരുടെ കയ്യിലാണ്? ബാബിലോൺകാരുടെ കയ്യിലാണ് ഈ ദേശം കിടക്കുന്നത്. ബാബിലോൺകാര് ഈ പ്രദേശത്തെ ഒരു പ്രോവിൻസ് ആയിട്ട് മാറ്റുകയാണ്. കാരണം എൻറ്റയർ ഏൻഷ്യൻ നിയർ ഈസ്റ്റ് എന്ന് പറയുന്ന ആ പേർഷ്യ മുതൽ ഈജിപ്തിന്റെ അങ്ങേ അറ്റം വരെ തുടരുന്ന ഭാഗം, അത് മുഴുവൻ ഉൾക്കൊള്ളുന്ന ബാബിലോൺ എംപയർ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു പ്രോവിൻസ് ആയിട്ട് ജൂദായെ മാറ്റുകയാണ്. ഈ ജൂദായെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗദാലിയ എന്ന് പറയുന്ന ഒരു ഗവർണറിനെ നിയമിക്കുകയാണ്. ആളുകളെല്ലാം ഗദാലിയയുടെ അടുത്തേക്ക് പോകുന്നു, അഭയം പ്രാപിക്കാനായിട്ട് പോകുന്നു. ഈ സമയത്ത് ജെറമിയായും അദ്ദേഹത്തെ പിന്താങ്ങുന്ന കുറച്ച് ആളുകളുമുണ്ട്. എന്നാൽ ഹനനിയായും അദ്ദേഹത്തെ പിന്താങ്ങുന്ന ആളുകളും വളരെ ശക്തമായിട്ട് തന്നെ നിലപാട് ഉറപ്പിക്കുകയാണ്. ജെറമിയ ആകട്ടെ ഇവിടെയുള്ള എല്ലാവരെയും, ജൂദാദേശത്തുള്ള എല്ലാവരെയും ബാബിലോണിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്ന രംഗം. ഈ അവസരത്തിലാണ് ഗദാലിയയെ നാഷണലിസ്റ്റ് പ്രോഫറ്റിക് പാർട്ടിയായ ഹനനിയയുടെ പാർട്ടി ആക്രമിക്കുകയും വധിക്കുകയും ചെയ്യുന്നത്. ഇതൊരു വലിയൊരു ടെൻഷൻ ജൂദാദേശത്ത് സൃഷ്ടിക്കുകയുണ്ടായി. ഈ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവസാനം കണ്ടുപിടിച്ച മാർഗമാണ് ഈ ജൂദാദേശത്തുള്ള ആളുകള് ജെറമിയായെയും കൂട്ടി അദ്ദേഹത്തെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നത്. അവിടെ നിന്ന്, ഈജിപ്തിൽ നിന്ന് പോലും ജെറമിയ പ്രവാചകൻ പ്രവചിക്കുന്ന രംഗമാണ് 42-ാമത്തെ അധ്യായത്തിന്റെ ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടെൻഷൻ ബാബിലോണിന്റെ പ്രവാസകാലത്ത് ഉണ്ടാകുന്ന ഈ രണ്ട് ടെൻഷൻസിനെയാണ്, പിരിമുറുക്കങ്ങളെയാണ്, സംഘർഷങ്ങളെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകനായ ജെറമിയായുടെ പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിൽക്കുന്നത്. 52 അധ്യായങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ പുസ്തകം, അതിൻ്റെ ഒട്ടുമുക്കാലും ഭാഗം പരിശോധിക്കുമ്പോൾ വിലാപങ്ങളും അതുപോലെ തന്നെ ശാപങ്ങളുമായിരിക്കും.
പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് നാശവും നശീകരണത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ്. എപ്പോൾ ജെറമിയ വാ പൊളിച്ചാലും പറയുന്നത് ജൂദാദേശം നഷ്ടപ്പെടും. നമ്മുടെ പ്രതിപക്ഷമൊക്കെ പറയുന്ന പോലെ, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന പോലെ ജൂദാദേശം നഷ്ടപ്പെടും, നശിപ്പിക്കപ്പെടും. ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടും. അതിനാൽ ബാബിലോണിലേക്ക് വിട്ടോടുക. ഇങ്ങനെയുള്ള ചില വാക്യങ്ങളാണ് ഇതിന്റെ ഒട്ടുമുക്കാലും ഭാഗങ്ങൾ കടന്നു വന്നിരിക്കുക. എന്നാൽ അതിന്റെ ചില ഭാഗങ്ങളൊക്കെയും ബാക്കിയുള്ള കാൽഭാഗങ്ങളിലാണ്, പ്രത്യേകിച്ച് 30, 31, 32, 33 അധ്യായങ്ങളിലാണ് ജെറമ്യ പ്രവാചകൻ ഒരു പ്രോഫറ്റ് ഓഫ് കൺസൊളേഷന്റെ അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ, പ്രത്യാശയുടെ പ്രവാചകനായി മാറുന്നത്. ഈ പുസ്തകത്തിന്റെ രീതി എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ വൊക്കേഷനെ കുറിച്ചുള്ള ഭാഗം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വൊക്കേഷനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. വീണ്ടും പറയുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവ്, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവിനോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് പോകണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം, നീ അവരെ ഭയപ്പെടേണ്ട. എന്നിട്ട് പറയുകയാണ് 10-ാമത്തെ വാക്യം, പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും 6 വെർബുകളിലൂടെയാണ് പ്രധാനമായിട്ടും ഈ പ്രവാചകന്റെ ദൗത്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? പിഴുതെറിയുക, ഇടിച്ചു തകർക്കുക, നശിപ്പിക്കുക, തകിടം മറിക്കുക. ഈ 4 വെർബുകളും ഉപയോഗിച്ചിരിക്കുന്നത് അത് നാശത്തിന്റെയും നശീകരണത്തിന്റെയും സൂചനകൾ നൽകാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ പണിതുയർത്താനും നട്ടുവളർത്താനും എന്നുള്ള ഭാഗം പ്രോഫസി ഓഫ് ഹോപ്പിനെ കുറിച്ചാണ്, പ്രവാചകന്റെ പ്രത്യാശയുടെ പ്രവചനത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രവചനങ്ങളെല്ലാം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഒരേ വിധത്തിൽ തന്നെ പ്രോഫസി ഓഫ് ഡൂമും പ്രോഫസി ഓഫ് സാൽവേഷനും കാണും. പ്രോഫസി ഓഫ് ഡൂം എന്ന് പറഞ്ഞാൽ നാശത്തിന്റെ പ്രവചനത്തെയും അതുപോലെ തന്നെ രക്ഷയുടെ പ്രവചനത്തെയും ഒക്കെ ഒരേപോലെ കാണാൻ സാധിക്കുന്നതാണ് പ്രവചനത്തിന്റെ പ്രത്യേകത. അതാണ് ഈ പ്രവചനങ്ങളുടെ ഒരു ശൈലി എന്ന് പറയുന്നത്. ഈ 2 പ്രധാനപ്പെട്ട തീമുകൾ, പശ്ചാത്തലങ്ങളാണ് ജെറമ്യ പ്രവാചകന്റെ പശ്ചാത്തലമായിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് പ്രവാചകന്റെ പുസ്തകത്തില് പ്രധാനമായിട്ടും ഇടിച്ചു തകർക്കുക, നശിപ്പിക്കുക, തകിടം മറിക്കുക തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ ജൂദാദേശത്തിന്റെ നാശത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ജൂദാദേശത്തിന്റെ സമൃദ്ധിയെക്കുറിച്ചും വരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകളെ നമുക്ക് നോക്കുന്നത് നല്ലതായിരിക്കും. പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് 1-ാം അധ്യായത്തിലെ ഇവിടെ കാണുന്നത് പ്രവാചകന്റെ വൊക്കേഷനെ കുറിച്ചും ദൈവവിളിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ദൗത്യത്തെക്കുറിച്ചും ഒക്കെയുള്ള സൂചനകളാണെങ്കിൽ 2 മുതലുള്ള അധ്യായങ്ങളിൽ, 2 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ഇസ്രായേലിന്റെ കടുത്ത പാപത്തെക്കുറിച്ചാണ്. എന്താണ് ഇസ്രായേലിന്റെ കടുത്ത പാപമെന്ന് 2-ാം അധ്യായം 13-ാമത്തെ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്തെന്നാൽ എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. 1, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. 2-ാമത്തെ കാര്യം, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ പാപം എന്താണ്? അതായത് ആരംഭത്തിൽ തന്നെ പറയുകയാണ്, ജൂദാദേശത്തിന്
ഈ ഗതി ഉണ്ടാകാനുള്ള കാരണം, ഇത്രമാത്രം സാമൂഹ്യമായിട്ടുള്ള അധപ്പതനങ്ങൾ ഉണ്ടാകാൻ കാരണം, അതിൻ്റെ ദൈവശാസ്ത്ര മാനത്തെക്കുറിച്ച് പറയുകയാണ്. ജീവജലത്തിന്റെ അരുവിയായ എന്നെ ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കുക, അത്സാവ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏക ദൈവത്തെ ഉപേക്ഷിച്ച് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോകുന്നതിനെയാണ് സൂചിപ്പിക്കുക. അപ്പൊ ഈ പാപത്തെയാണ് സൂചിപ്പിക്കുക. ഏകദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചു. രണ്ടാമത് പാപമാണ് പൊട്ടക്കിണറുകൾ കഴിച്ചു. കാരണം അവർക്ക് അനുഗ്രഹമില്ലാത്ത വിഗ്രഹങ്ങളെ പോയി ആരാധിച്ചു. ഈ രണ്ട് പാപങ്ങളും ഒരുപോലെ കടക്കുന്നു എങ്കിൽ തന്നെയും രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഏകദൈവത്തെ മറക്കുമ്പോൾ ബഹുദൈവങ്ങളുടെ പിന്നാലെ, വിഗ്രഹാരാധനയുടെ പിന്നാലെ യാത്ര ചെയ്യുന്ന സമൂഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുക. അപ്പൊ ഇത് ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ വിചിന്തനങ്ങളിൽ, പ്രത്യേകിച്ച് ജെറമ്യായുടെ പുസ്തകം 1 മുതലുള്ള 6 വരെയുള്ള അധ്യായങ്ങളുടെ പ്രതിപാദ്യ വിഷയം. 7-ാമത്തെ അധ്യായവും 26-ാമത്തെ അധ്യായവും ഒരുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടും കൊടുത്തിരിക്കുന്നത് പ്രവാചകൻ നടത്തുന്ന ടെമ്പിൾ സർമണെ കുറിച്ചാണ്. എന്താണ് ടെമ്പിൾ സർമൺ? ജെറുസലേം ദേവാലയത്തിന്റെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് ഉറക്കെ പ്രഘോഷിക്കുകയാണ്. പ്രവാചകൻ പ്രഘോഷിക്കുകയാണ്. എന്താണ് പ്രഘോഷിക്കുന്നത്? ഇതാ ജെറുസലേം ദേവാലയം നാമാവശേഷമാകാൻ പോകുന്നു. പ്രവാചകനായ ഹനനിയ, നാഷണലിസ്റ്റിക് പ്രോഫറ്റായ, യൂദാദേശത്തിന്റെ നേഷൻ പ്രോഫറ്റായ ഹനനിയയുടെ മുമ്പിൽ, യഹോയാക്കിമിന്റെ മുമ്പിൽ, സദക്കിയായുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രഘോഷിക്കുകയാണ്, യൂദാദേശം നാമാവശേഷമാകാൻ പോകുന്നു, ജെറുസലേം ദേശം നാമാവശേഷമാകാൻ പോകുന്നു. ശീലോഹനിൽ ഉണ്ടായിരുന്ന ദേവാലയത്തിൽ സംഭവിച്ച അതേ സംഭവങ്ങൾ തന്നെ ഇവിടെ കാണാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് യഥാർത്ഥത്തിൽ പ്രവാചകനായ ജെറമിയ ടെമ്പിൾ സർമൺ എന്ന് പറയുന്ന സർമണിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് 7-ാം അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിലും. നമുക്ക് ഈ പുസ്തകത്തെ മുഴുവനെയും മനസ്സിലാക്കുമ്പോൾ പല പുസ്തകങ്ങളും നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ അധികം ഒന്നും ചരിത്ര പശ്ചാത്തലം കൊടുത്തിട്ടില്ല എങ്കിൽ തന്നെയും ഈ പുസ്തകത്തിൽ കൂടുതൽ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഏശയ്യായുടെ പുസ്തകത്തിന്റെ ചരിത്ര ഭാഗം എന്ന് പറയുന്നത് ഏശയ്യായുടെ പുസ്തകം 34, 35, 36, 37, 38 അധ്യായങ്ങളാണ്. എന്നാൽ ഇവിടെ ജെറമ്യായുടെ പുസ്തകത്തിലെ ചരിത്ര ഭാഗം 34 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളിലാണ് ഇതിന്റെ ചരിത്രം മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ആ ചരിത്രത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന്റെ ക്രമീകരണം നിൽക്കുക. അതുകൊണ്ട് ആദ്യം ചരിത്രം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ പുസ്തകത്തിന്റെ ക്രമീകരണം, അതിന് ആരംഭത്തിൽ കൊടുത്തിരിക്കുന്ന വചനഭാഗങ്ങൾ വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യമാണ്, ഇത് 6-ാമത്തെ അധ്യായം 26 അധ്യായത്തിന് ശേഷം കടന്നു വരുന്ന അധ്യായങ്ങളാണ് 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെറമ്യ പ്രവാചകൻ നടത്തുന്ന വിലാപങ്ങളാണ്. എന്നാൽ 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ പ്രത്യേക തരത്തിലുള്ള സൂചനകൾ, ഒരു വിലാപത്തിന്റെ സൂചനയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിനുണ്ടാകുന്ന വേദനകളെയും വേദനകളെയും ദുഃഖങ്ങളെയും ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥനയായിട്ട് അവതരിപ്പിക്കുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ. 2 കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ട് ആ പുസ്തകത്തിൽ. ദൈവത്തിനു മുമ്പിൽ അദ്ദേഹത്തിന്റെ വിലാപങ്ങളും വേദനകളും കണ്ണീരുകളും ഒക്കെ പ്രാർത്ഥനയായിട്ട് അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ജൂദാദേശത്തുള്ള ജനങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങളിലൂടെ ജൂദാദേശത്തിന്റെ അധപ്പതനത്തെക്കുറിച്ചും ജെറുസലേമിന്റെ അധപ്പതനത്തെക്കുറിച്ചും വിവരിച്ചു കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് ആ മാർഗങ്ങൾ? ചില സർമൺസ് അദ്ദേഹം നടത്തുന്നുണ്ട്, ചില പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. 11-ാമത്തെ അധ്യായത്തിൽ കാണുന്ന തോറായുടെ നിയമത്തിന്റെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ, ചില പ്രോവർബുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഈജിപ്തുകാരന്റെ എത്യോപ്യക്കാരന്റെ തൊലിയുടെ കളറ് വെളുപ്പിക്കാൻ നിനക്ക് സാധിക്കുമോ? എത്യോപ്യക്കാരന്റെ തൊലിയുടെ കളർ വെളുപ്പിക്കാൻ നിനക്ക് സാധിക്കുമോ? ഒരിക്കലും പറ്റില്ല. അതുപോലെയാണ് ഇസ്രായേൽ ചെയ്ത പാപം. വീണ്ടും പറയുന്നു, ഇസ്രായേലിന്റെ പാപം എന്ന് പറയുന്നത്
അത് അവന്റെ നേച്ചറാണ്. അവൻ ഒരിക്കലും അതിൻ്റെ അകത്തുനിന്ന് രക്ഷയുണ്ടാകാൻ പോകുന്നില്ല. അവന്റെ ജീവിതം ഈ പാപത്തിലൂടെ പാപകരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവന്റെ ജീവിതത്തിൽ സുനിശ്ചിതമാണ്, ഈ പ്രവാസകാലം സുനിശ്ചിതമാണ് എന്ന് സൂചിപ്പിക്കുന്ന പ്രൊഫറ്റിക് സിംബോളിക് ആക്ടുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് 11 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിലൂടെ, അധ്യായങ്ങളിലൂടെ മനസ്സിലാക്കുക. ഒന്ന് കൺഫഷൻസ് ഓഫ് ജെറമിയ എന്നാണ് ഇതിനെ പറയുന്നത്. അതിന്റെ അർത്ഥം പ്രവാചകനായ ജെറമിയ ദൈവത്തിന് മുമ്പിൽ നടത്തുന്ന വിലാപത്തിന്റെ സ്വരമാണിതല്ല. ആ വിലാപങ്ങളുടെ സ്വരത്തിൽ പറയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ വിലപിക്കുന്നു, ദൈവത്തിന് ഈ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നു. അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു രംഗമാണ് ഈ യൂദാദേശത്തോട് പറയുകയാണ്, നിങ്ങൾ നിശ്ചയമായും ബാബിലോണിലേക്ക് നാടുകടത്തപ്പെടും. ഇങ്ങനെ പറയുന്നതിലൂടെയാണ് യിരെമ്യാ പ്രവാചകൻ ശ്രദ്ധേയനായിട്ട് മാറുന്നത്. എന്തിനാ അദ്ദേഹം വിലപിക്കുന്നത്? ഇദ്ദേഹത്തെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു? അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 36-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്ന വലിയൊരു സംഭവമുണ്ട്. 36-ാമത്തെ അധ്യായം യഹോയാക്കീം എന്ന് പറയുന്ന രാജാവിന്റെ മുമ്പിൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. അദ്ദേഹം അവിടെ ചെന്നു, ഒരു തോറ എടുത്ത്, ദൈവത്തിന്റെ വചനമെടുത്ത് അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്ന് വായിച്ചു. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ വചനമെടുത്ത് കത്തിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വചനമെടുത്ത് കത്തിച്ചു കളഞ്ഞു. പിന്നീട് ബാറൂക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ക്രൈബ് വീണ്ടും തിരുവചനം എഴുതി ആ വചനം വീണ്ടും അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുകയാണ്. ഇത്രമാത്രം വേദനയോടുകൂടിയാണ് യിരെമ്യാ പ്രവാചകനെ രാജാക്കന്മാര് ട്രീറ്റ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിൽ കൊണ്ട് താഴ്ത്തി. അവിടെ നിന്ന് വേറൊരാൾ രക്ഷിച്ചു. അങ്ങനെ പൊട്ടക്കിണറ്റിൽ താഴ്ത്തുകയും അവിടെ നിന്ന് രക്ഷിക്കപ്പെടുകയും എല്ലാവിധത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിനുണ്ടാകുന്ന വേദനകളും അസ്വസ്ഥതകളും ദുഃഖങ്ങളും ഭാരങ്ങളുമാണ് 11-ാമത്തെ അധ്യായം മുതൽ 20-ാമത്തെ അധ്യായം വരെയുള്ള ആ കൺഫഷൻസിൽ അവതരിപ്പിക്കുക. അദ്ദേഹം പറയുന്നു, ഞാൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയാണ്. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ വെറുക്കപ്പെട്ടു പോയിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ഇതിനകത്ത് നിരപരാധിയല്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നീതിമാനെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? നീ പറയുന്നതൊക്കെ ഞാൻ ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഓരോന്നും അക്കമിട്ട് പറഞ്ഞ് പ്രവാചകൻ തന്റെ ജീവിതത്തെ കുറിച്ച് വിലപിക്കുന്ന രംഗമാണ് 11-ാമത്തെ. അതിന്റെ സമാപനത്തിലാണ് 20-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടു പോകട്ടെ, നിനക്കൊരു പുത്രനുണ്ടായി എന്ന് എന്റെ പിതാവിന്റെ കാതുകളിൽ വന്ന് സംസാരിച്ച സന്ദേശവാഹകൻ നശിക്കപ്പെട്ടു പോകട്ടെ. ഇങ്ങനെ അവതരിപ്പിക്കുന്നതിലൂടെ പ്രവാചകന്റെ വേദനകളെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, പ്രവാചകൻ ഈ ടെമ്പിൾ സർമനെ കുറിച്ച് ഞാൻ പറഞ്ഞു. യഹോയാക്കീമിന്റെ കാലഘട്ടത്തില് ഈ ടെമ്പിൾ സർമൻ നടത്തിയപ്പോൾ ഹനനിയ എന്ന് പറയുന്ന പ്രവാചകൻ അവിടെ ഉണ്ട്. അവരെന്ത് ചെയ്തു? പ്രവാചകനെ പുറത്താക്കി. പല സിംബോളിക് ആക്ടിലൂടെ ഈ പ്രവാചകൻ തന്റെ ജൂദാദേശത്തിന്റെ നാശത്തെക്കുറിച്ചും അവരനുഭവിക്കാൻ പോകുന്ന വേദനകളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഒരു സിംബോളിക് ആക്ട് ആണ് ഒരു നുകം അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നു. മരം കൊണ്ട് നിർമ്മിച്ച നുകം അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നു. ആ നുകം അദ്ദേഹം രാജാവിന് മുമ്പിൽ പ്രദർശിപ്പിക്കുക. രാജാവ് എന്ത് ചെയ്തു? ആ തടി കൊണ്ടുള്ള നുകത്തെ രണ്ടായിട്ട് പൊളന്ന് അതിനെ തീയിലിട്ടു. പ്രവാചകൻ അടങ്ങിയില്ല, അടുത്ത രംഗത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ അദ്ദേഹം അടുത്ത രംഗം പ്രവേശിക്കുന്ന ഇതാണ്, ഇരുമ്പ് കൊണ്ട് ഒരു നുകം ഉണ്ടാക്കി. ആ ഇരുമ്പ് നുകം അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു. അത് നശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം ശക്തമായ ഇരുമ്പ് നുകമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? യിരെമ്യാ പറയുകയാണ്, ദൈവമായ കർത്താവ് ജൂദാദേശത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്.
നിശ്ചയമാണ്. ഇത് 26, 27, 28 അധ്യായങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുക. അതുപോലെ തന്നെ പ്രവാചകന്റെ ഈ ദൗത്യത്തില് പല സിംബോളിക് ആക്ടുകളിലൂടെ പ്രവാചകൻ ഈ ഒരു സംഭവത്തെ പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ കാണുന്ന പ്രവാചകന്റെ അല്ലെങ്കിൽ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ കണ്ടന്റ് എന്ന് പറയുക. 20 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളില് പ്രവാചകൻ മനസ്സിലാക്കി തരുന്നത് ഏകദേശം ഇസ്രായേൽ ജനത്തിന്റെ രാജാക്കന്മാർക്ക്, ജൂദാദേശത്തിന്റെ രാജാക്കന്മാരെ ക്കുള്ള ശിക്ഷ കൊടുക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ജൂദാദേശത്തിന്റെ രാജാക്കന്മാരെ ശിക്ഷിക്കപ്പെടുന്നത്, അവരുടെ രാജാക്കന്മാരുടെ അന്ത്യം എങ്ങനെയാണ്? 22-ാമത്തെ അധ്യായത്തിൽ ശല്ലൂം എന്ന് പറയുന്ന യഹോആഹാസിന്റെ അന്ത്യം, എലിയാക്കിം എന്ന് പറയുന്ന യഹോയാക്കിമിന്റെ അന്ത്യം, ഇക്കോണിയ എന്ന് പറയുന്ന യഹോയാക്കിന്റെ അന്ത്യം, ഇതെല്ലാം അവരുടെ ചരിത്രത്തിൽ എങ്ങനെയായിരുന്നുവോ അതിനെക്കുറിച്ച് പ്രവചിക്കുകയാണ് പ്രവാചകനായ ജെറമ്യ ചെയ്തത്. അതിന്റെ സമാപനത്തിൽ മനോഹരമായ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. പ്രവാചകനായ ജെറമ്യായ്ക്ക് മാത്രം പ്രത്യേകതയുള്ളതാണ് 70 വർഷത്തെ പ്രവാസകാലം എന്ന് പറയുന്നത്. എന്തിനാണ് 70 വർഷത്തെ പ്രവാസകാലം? ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ജൂദാദേശം ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ 587 BC-യിൽ തന്റെ ഡീപ്പോർട്ടേഷൻ, ലാസ്റ്റ് ഡീപ്പോർട്ടേഷൻ ആരംഭിച്ചു. 537 BC-യിൽ സൈറസിന്റെ ഈഡിക്റ്റോടുകൂടി സ്വതന്ത്രമായി. 50 വർഷമേ ഉള്ളൂ. പ്രവാചകൻ പറയുന്നു 70 വർഷത്തെ നീണ്ട ഒരു പ്രവാസകാലം. 490 വർഷങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമായി വാഗ്ദാന ദേശത്ത് പ്രവേശിച്ചതിന് ശേഷം ജൂദ ദേശം നഷ്ടപ്പെടുന്ന ആ കാലഘട്ടം വരെയുള്ള സമയം 490 വർഷം. ഈ 490 വർഷത്തെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 70 സാബത്ത് വർഷങ്ങൾ കിട്ടും. 70 സാബത്ത് വർഷങ്ങളിൽ ഇസ്രായേൽ ജനം പാപകരമായ സാഹചര്യത്തിലൂടെയാണ് സാബത്ത് വർഷം നടത്തിയത്. അതിനാൽ തന്നെ ഈ 70 വർഷത്തിന്റെ റിപ്പറേഷനാണ് യഥാർത്ഥത്തിൽ ബാബിലോൺ പ്രവാസ കാലഘട്ടം എന്ന് പറയുക. അതുകൊണ്ടാണ് പ്രവാചകനായ ജെറമ്യ 70 വർഷത്തെ ബാബിലോൺ പ്രവാസകാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമതായി അതിനെക്കുറിച്ചുള്ള രണ്ടാമത്തെ വിശകലനം ഇങ്ങനെയാണ്. 70 വർഷം എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന ആ പ്രവാസകാലം, അതിന്റെ പുനഃസ്ഥാപനത്തിലൂടെ പ്രവാസകാലം തിരിയുകയാണ്. 515 BC-യിലാണ് ജെറുസലേം ദേവാലയം പുനഃസ്ഥാപിക്കുക. അതുകൊണ്ട് ഈ 2 കാലഘട്ടങ്ങളും എടുത്തു നോക്കിക്കഴിയുമ്പോൾ 70 വർഷത്തെ കാലഘട്ടം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്രവാചകന്റെ പുസ്തകത്തിൽ, ജെറമ്യയുടെ പുസ്തകത്തിൽ മാത്രമുള്ള പ്രത്യേകതയായി 70 വർഷത്തെ യാതനകളെ സൂചിപ്പിക്കുക. ഇപ്രകാരമാണ് യഥാർത്ഥത്തിൽ പ്രവാചകനായ ജെറമ്യയുടെ 1-ാം ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പായി വചനഭാഗത്തെ ഒന്ന് മനസ്സിലാക്കാനും ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിന്റെ നിന്നുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ, ജെറമ്യയുടെ പുസ്തകത്തെ ഒന്ന് വായിക്കാനും നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.